പുള്ള റോഡ് നിന്റെ അപ്പന്റെ വകയെന്ന് കരുതിയോ? ഏതെങ്കിലും പിച്ചിന് മാച്ച് അടിച്ചിട്ട് കേന്ദ്ര സഹപാഠിയുടെ പേരും പറഞ്ഞു റോഡിൽ ഇറങ്ങി അഭ്യാസം കാണിച്ചാൽ എന്തിനാടാ കൊന്നയെന്ന് ഞങ്ങൾ ചോദിക്കില്ല. കാര്യം മനസ്സിലായില്ലല്ലേ? ദേ ആ വാർത്തയൊന്ന് കണ്ടേ. നടുറോഡിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവും തമ്മിൽ തർക്കം. ഇന്നലെ രാത്രി 11:15 കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയുടെ വാഹനം തടഞ്ഞ് ബഹളമുണ്ടാക്കി. റോഡിൽ വലിയ ഗതാഗത തടസ്സമുണ്ടാക്കി. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മാധവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുകയും. ഇപ്പൊ മനസ്സിലായോ? കേന്ദ്ര സഹപാഠിയുടെ മകൻ ഇന്നലെ ഏതോ പിച്ചിലും മാച്ച് അടിച്ചിട്ട് റോഡിലിറങ്ങി പട്ടി ഷോ കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്റെ അപ്പൻ കേന്ദ്രവാഴയാണ്, അതുകൊണ്ട് ഞാൻ റോഡിൽ ഇറങ്ങി ആരുടെയും തോളിച്ചെന്ന് കയറാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ മോനെ, അടിച്ച സാധനം അത് പുറത്തു വരുന്ന അവസ്ഥ ഉണ്ടാക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കാര്യം ഈ നാടിന്റെ പേര് കേരളമെന്നാണ്. ഇവിടെ ഇമാതിരി ഊപ്പി ഷോയൊക്കെ കാണിക്കാമെന്ന് കരുതിയാൽ, അല്ലെങ്കിൽ ഒരു വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി എന്ന് കരുതിക്കൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ ശാസ്തമംഗലത്ത് വെച്ചിട്ടാണ് രാത്രി ഈ പട്ടി ഷോ അരങ്ങേറിയത്. കണ്ടില്ലേ? ഒരു യൂണിഫോമിന്റെ കുറവ് കൂടി ഉണ്ടായിരുന്നു. ആ യൂണിഫോം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് അപ്പൻ മൂവ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് അപ്പൻ